ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ ഈ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ വീഡിയോസ് ഓരോന്നും ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എനിക്കുണ്ടായ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ എൻ്റെ വളർച്ചയിലുണ്ടാകുന്ന ഓരോ വളർച്ചയ്ക്കും കാരണം ഇങ്ങനെയുള്ള ഓരോരോ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ അഫർമേഷൻസ് ഒക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം കൂടിയാണ്. അപ്പം അതൊക്കെ അറിയാൻ വയ്യാത്തവരായിട്ടുള്ള ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടിയാണ് എൻ്റെ ഈ ഓരോ ചാനലിലൂടെ, ഈ ഒരു വീഡിയോസിലൂടെയും ഓരോരോ വീഡിയോസിലൂടെയും ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് മാറ്റം വരണം അല്ലെങ്കിൽ എൻ്റെ ജീവിതം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളും ഈ വീഡിയോ കണ്ട് തുടർന്നും ഇതുപോലെ തന്നെ നിങ്ങളും പരീക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന ഒരു 369 മെത്തേഡിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഈ ഒരു 369 മെത്തേഡൊക്കെ ഉപയോഗിക്കുന്ന പലരും ഉണ്ടാവും. പല ആൾക്കാരും അവരുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ടാവാം. പലരും ഇപ്പം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവാം. ഉപയോഗിച്ച് കഴിഞ്ഞ് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു അഫർമേഷൻ അവരുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവന്നു എന്ന് മനസ്സിലാക്കിയവർ പിന്നെയും അത് ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്നവരുണ്ട്. അപ്പം ഇതൊന്നും അറിയാത്തവർക്കായിട്ടുള്ള ഒരു ചെറിയ ഒരു വീഡിയോ ആണിത്. ഓക്കെ, അപ്പം എന്താണ് 369 മെത്തേഡ് എന്ന് പറയുന്നതാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ആക്ച്വലി ഞാനിത് പരീക്ഷിച്ച് എൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ച് എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നേടിയെടുത്ത ഒരു കാര്യമാണ് 369 മെത്തേഡ് എന്ന് പറയുന്നത്. വളരെ 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 ബെനിഫിറ്റായിട്ടുള്ള എന്ന് വെച്ചാൽ വളരെ മാറ്റം നമ്മളുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന ഒരു അഫർമേഷൻ മെത്തേഡാണ് 369 മെത്തേഡ്. 369 മെത്തേഡ് എന്ന് പറയുന്നത് ഒന്നുമില്ല, ഈ പറഞ്ഞ പോലെ വലിയ വലിയ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും വലിയ കാര്യങ്ങൾ നമ്മൾ നേടിയെടുക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ചെറിയ കാര്യങ്ങളിൽ നിന്നും തൊട്ട് വലിയ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴാണ് അതിൻ്റെ ബെനിഫിറ്റും അതിൻ്റെ മാറ്റങ്ങളും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളത് അനുഭവിച്ചറിയുന്ന ഒരു കാര്യം അല്ലേ. അപ്പം എപ്പോഴും നമ്മളൊരു കാര്യങ്ങൾ, ഇപ്പം ഞാൻ എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, എപ്പോഴും നമ്മൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് തന്നെ തുടരുക. ഓക്കെ, അപ്പം നമ്മളുടെ ഇപ്പം ഈ 369 മെത്തേഡിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാവർക്കും ആവശ്യമുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് പണമാണല്ലേ. പണം എന്നുള്ളതാണ് എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല ഓരോരുത്തരുടെയും അവരുടെ നമ്മളുടെ നിലനിൽപ്പിന് മാത്രമല്ല നമ്മുടെ വിലയെ തന്നെ അല്ലെ, നമ്മുടെ ഒരു പവറിനെ തന്നെ കാണിക്കാൻ സാധിക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത് എന്താണ്? പണമാണല്ലേ. പണം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കാര്യം അല്ലെ. പണം കൊണ്ടാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ സ്നേഹം വരെയും ഓരോരുത്തരും വിലക്കെടുക്കുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മൾ പണത്തിന് വേണ്ടിയിട്ട് തന്നെ വേണം. നമ്മൾ ഓരോരുത്തരും പണം ഉണ്ടെങ്കിലേ ഉള്ളൂ നമ്മുടെ പല മറ്റു കാര്യങ്ങളും നമുക്ക് വിജയത്തിലെത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പം നമ്മുടെ എന്ന് വെച്ചാൽ പണം എന്ന് പറയുമ്പം വലിയ കോടി പണങ്ങളൊന്നും അല്ല. ഇപ്പം നമ്മൾ ഈ ഒരു മെത്തേഡിലൂടെ, ഈ ഒരു മെത്തേഡ് എന്നല്ല ഏതൊരു മെത്തേഡും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ചെറിയൊരു തുകയിൽ നിന്നും വേണം ആദ്യമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ. ഓക്കെ, അപ്പം നിങ്ങൾക്കിപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പറയുകയാണ്, എനിക്കിപ്പോൾ ഒരു 10,000 രൂപ അത്യാവശ്യം വേണം. അത് വേണമെന്ന് തന്നെ ഉണ്ട്. അതിന് കിട്ടുമോ ഇല്ലയോ എന്നുള്ള സംശയം കണ്ടോടെ അല്ല, അത് പിന്നത്തെ കാര്യം. പക്ഷെ എനിക്ക് കിട്ടും, എനിക്കത് വേണം എന്നുള്ള ഒരു ഉറച്ച മനസ്സോടു കൂടി വേണം നമ്മൾ ഏതൊരു അഫർമേഷനും നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാൻ. അപ്പം അവിടെ ഒരു ഡൗട്ടോട് കൂടി നിങ്ങൾ ഒരിക്കലും ഒന്നിനെയും തുടങ്ങി വെക്കരുത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് വെച്ചാൽ 369 ഇപ്പം ഞാൻ എൻ്റെ ആഗ്രഹം, എനിക്ക് വേണ്ടുന്നത് 10,000 രൂപയാണ്. വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് വേണം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ എങ്ങനെ 369 മെത്തേഡിൽ നിന്ന് നമ്മൾ നേടിയെടുക്കുന്നു എന്ന് ഞാൻ പറഞ്ഞുതരാം. ഇത് 369 എന്ന് പറയുന്നത് ഒരു ദിവസം നമ്മൾ 3 രീതിയിൽ 3 തവണ എഴുതി നമ്മുടെ ഈ ഒരു കാര്യത്തെ സാധിച്ചെടുക്കുന്നു എന്നുള്ളതാണ്. 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീറ്റ് നിങ്ങൾ ഏറ്റവും ബെസ്റ്റ് ടൈം. അപ്പം നമ്മളിപ്പോൾ ഏതൊരു കാര്യമായിക്കോട്ടെ, ആദ്യത്തെ നമ്മൾ പുലർച്ചെ എണീറ്റ് ആദ്യത്തെ ആ ഒരു 10 മിനിറ്റാണ് നിങ്ങളുടെ ആ ഒരു ദിവസത്തെ തന്നെ മാറ്റിയെടുക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? രാവിലെ എണീക്കുന്ന സമയം നമ്മുടെ ആ ഒരു 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ എന്താണോ ഈ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യം, ആ ഒരു 10 മിനിറ്റിനുള്ളിൽ ഒരു ബുക്ക് ഇതിന് വേണം, അത്യാവശ്യമാണ്. 369 മെത്തേഡ് എഴുതി നമ്മുടെ ആഗ്രഹം സാധിച്ചെടുക്കുന്ന ഒരു രീതിയാണ്. അതുകൊണ്ട് ഒരു ബുക്കും നീലമഷി പേന അല്ലെങ്കിൽ പച്ച, ഇതിലേതെങ്കിലും ഒരു പെന്നും നിങ്ങളുടെ കയ്യിൽ കരുതുക. രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആഗ്രഹം എന്താണ്? എനിക്ക് 10,000 രൂപ വേണം. ഈ ഒരു കാര്യം 3 വട്ടം എഴുതുക. എനിക്ക് 10,000 രൂപ വേണം. ഐ നീഡ്
10,000 റുപ്പീസ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ആ ഒരു കാര്യം എന്താണോ ഉള്ളത് അത് നിങ്ങൾ 3 വട്ടം രാവിലെ എഴുതുക. അതിനുശേഷം 3, 6, 9 6 വട്ടം ഉച്ചയ്ക്കോ അല്ലെങ്കിൽ ഈവനിങ് ടൈമിൽ നിങ്ങൾ എഴുതുക. ആ ഒരു കാര്യം എന്താണോ രാവിലെ 3 വട്ടം എഴുതി അത് തന്നെ 6 വട്ടം എഴുതുക. ഈവനിങ് ടൈമിൽ എഴുതുക. ഈവനിങ് ടൈം എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ എഴുതുന്ന ടൈം രാവിലെ പുലർച്ചെ എണീറ്റ് കഴിഞ്ഞിട്ടുള്ള ആ ഒരു സമയം. അത് കഴിഞ്ഞിട്ടുള്ളത് ഉച്ചയ്ക്ക് ഈവനിങ് ടൈമിൽ എഴുതുന്നത് വെച്ചാൽ നമ്മൾ സന്ധ്യ സമയത്ത്, അതായത് നമ്മുടെ വിളക്ക് കത്തിച്ചിരിക്കുന്ന ആ ഒരു പ്രാർത്ഥന സമയത്തുള്ള നമ്മൾ സന്ധ്യനാമം പ്രാർത്ഥിക്കുന്ന ഒരു സമയം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ടൈം, വിളക്ക് കത്തിച്ച് ആ പ്രാർത്ഥിക്കുന്ന സമയം വളരെ നമ്മുടെ വീട് ശാന്തമായിരിക്കും. ആ ഒരു സമയം ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് വളരെ നല്ലതായിരിക്കും. മറ്റുള്ളവർക്കെന്ന് വെച്ചാൽ നിങ്ങളുടെ വീട്ടിൽ പ്രെയർ ചെയ്യുന്ന ടൈം വരുമ്പോഴേക്കും ഭയങ്കര കാമായിട്ടിരിക്കുന്ന സമയവും അത് ഉചിതമായിരിക്കും. ആ ഒരു സമയം നിങ്ങൾ കണ്ടെത്തി അപ്പോൾ 6 വട്ടം എഴുതുക. അതിനുശേഷം 9 വട്ടം 3, 6, 9 ലാസ്റ്റത്തെ 9 ടൈം. ആ 9 വട്ടം കിടക്കുന്നതിന് 10 മിനിറ്റ് മുന്നേ നിങ്ങൾ എഴുതിയിട്ട് വേണം കിടക്കാൻ. അപ്പം എന്താണ് ഇതാണ് ദിവസേന നമ്മൾ ചെയ്യേണ്ട കാര്യം. എല്ലാ ദിവസവും ഈ ഒരു കാര്യം, നിങ്ങളുടെ കാര്യം എത്ര ദിവസമെന്നോ എത്ര നാളെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഇതിനില്ല. പക്ഷെ നമ്മളിത് തുടർച്ച 21 ദിവസം നമ്മൾ മുടങ്ങാതെ ചെയ്യണം എന്നുള്ളതാണ് മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഗ്യാപ്പ് വരാൻ പാടില്ല. ഇന്നിപ്പോൾ എഴുതി നാളെ ഞാൻ മറന്നുപോയി അങ്ങനെ പറഞ്ഞതൊന്നും കാര്യമില്ല. നമ്മൾക്ക് ആ ഒരു കാര്യം നമുക്ക് സാധിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളത് ഓർത്ത് നമ്മൾ ചെയ്യണം. ഓക്കെ, അപ്പം നമ്മൾ തുടർച്ചയായിട്ട് ഈ ഒരു കാര്യം 3, 6, 9 3, 6, 9 വട്ടം ഒരു ദിവസം നമ്മൾ ഈ ഒരു കാര്യം എഴുതി എന്നും ശീലിക്കുക. 21 വട്ടം നമ്മൾ ഗ്യാപ്പില്ലാതെ നമ്മൾ എഴുതുക. ഈ ഒരു കാര്യത്തിന് നമുക്ക് നമ്മുടെ ദേഹശുദ്ധിയോ ശരീരവൃത്തിയോ അല്ലെങ്കിൽ രാവിലെ എണീറ്റ് പല്ല് തേച്ചിട്ടേ ആവോ അങ്ങനെയൊന്നുമില്ല. നമ്മളുടെ മനസ്സിൻ്റെ നന്മയും നമ്മുടെ മനസ്സിൻ്റെ ചിന്തയുമാണ് നമുക്ക് ഇതിൽ ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ കോൺസെൻട്രേഷൻ, നമ്മൾ എത്രത്തോളം അതിനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, നമ്മളെ അതിനെ എത്രത്തോളം ട്രസ്റ്റ് ചെയ്ത് നമ്മളതിനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ മെയിനായിട്ട് കാണേണ്ട ഒരു കാര്യം. ഓക്കെ, അപ്പം ഇതാണ് 369 മെത്തേഡ്. ഞാൻ എഴുതിയിരിക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഈ സൈഡിൽ കാണിച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളും നിങ്ങളുടെ ഇന്നു മുതൽ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഇന്നു മുതൽ നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഡെഫിനറ്റ്ലി എന്നല്ല 100% നിങ്ങളുടെ കാര്യം സാധിച്ച് കിട്ടും. 100% തീർച്ച. അങ്ങനെ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഇടുന്ന ഈ വീഡിയോയ്ക്ക് ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉപയോഗിച്ചവരുണ്ടെങ്കിൽ അവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾ മറ്റുള്ളവർ മെസ്സേജ് കാണുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു കമൻറ്റ്സ് കാണുമ്പോഴേക്കും അവർക്കൊരു പ്രചോദനമാവട്ടെ. ഓക്കെ, അപ്പം ഇതാണ്. പിന്നെ എന്തൊരു കാര്യം നമ്മൾ ചെയ്തു കഴിയുമ്പോഴാണെങ്കിലും ചെയ്യുന്നതിന് മുന്നേ ആണെങ്കിലും ഒരു ദിവസം നമുക്ക് തുടങ്ങുമ്പോൾ എന്തിനും ഏതിനും നമ്മളൊരു ചെറിയ കാര്യത്തിനാണെങ്കിലും നമ്മൾ നന്ദി പറയുക. ഓക്കെ, നമ്മൾ താങ്ക് യു പറയുക, ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യണം. എപ്പോഴും നമുക്കുള്ളതിനെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് നമുക്ക് നന്ദി പറഞ്ഞെങ്കിൽ മാത്രമ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നതിലും അപ്പുറം ദൈവം നമുക്ക് തരുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഉള്ളതിനെ നമ്മൾ താങ്ക് യു പറഞ്ഞ് നമ്മുടെ ദൈവത്തിനോട് എപ്പോഴും നന്ദിയുള്ളവരാകാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് നിങ്ങളുടെ കുട്ടികളുണ്ടെങ്കിലും കുട്ടികൾക്കും ഇങ്ങനെ ചെറിയ രീതിയിലൊക്കെ അവരെയും അഫർമേഷൻസും അല്ലെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്യാനായിട്ട് അവരെയും ശീലിപ്പിക്കുക, പഠിപ്പിക്കുക. ഇപ്പം ഞാൻ എൻ്റെ കുട്ടികളെ ആണെങ്കിലും അവരും രാവിലെ ആണെങ്കിലും വൈകിട്ട് ഉറങ്ങുന്നതിന് മുന്നേ അവരെ കൊണ്ട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയിപ്പിക്കും. നമ്മൾക്ക് തന്നതിനെ നമ്മൾ നന്ദി പറയുകയാണ് അല്ലേ. അവർ പറയുകയാണെങ്കിൽ ദൈവമേ എനിക്ക് നല്ല സ്കൂളിൽ പഠിക്കാൻ പറ്റിയതിന് നന്ദി അല്ലേ. നമ്മുടെ അവരോട് പറയാം എനിക്ക് നല്ല ഫ്രണ്ട്സിനെ തന്നതിന് നന്ദി, എനിക്ക് നല്ല ആരോഗ്യം തന്നതിന് നന്ദി, നല്ല ഭക്ഷണം തന്നതിന് നന്ദി, എനിക്ക് എന്നെ സ്നേഹിക്കുന്നവരോട് നന്ദി. ഇങ്ങനെയൊക്കെ നമ്മൾ നന്ദി അവരെയും കൊണ്ട് പറഞ്ഞ് ശീലിപ്പിക്കും. അവരും അവരുടെ ജീവിതത്തിൽ അതൊരു ജീവിതത്തിൽ അതൊരു സാധാരണഗതിയിൽ അവരും ആ ഒരു നന്മയെ അവരും കണ്ടെത്തി അവർ അറിഞ്ഞു തുടങ്ങട്ടെ. അപ്പം നിങ്ങളും ഇതിന്നു വന്ന ഈ ഒരു 369 മെത്തേഡ് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ള ഉറപ്പോടുകൂടി ഞാൻ ഈ ഒരു വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടാനും ഒട്ടും മറക്കരുത്. ഓക്കെ, അപ്പോൾ നൗ താങ്ക് യു സോ മച്ച്. താങ്ക് യു യൂണിവേഴ്സ്.